Welcome back to Nexa PNC Consultant, India's first paints and coating consultant who can provide you independent system recommendations and specifications for your best painting projects. Myself, Rajin Gangadharan. ഒരു ബേസ്മെന്റ് ലെവൽ വാട്ടർ പ്രൂഫിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കണമെന്നും പ്രീവിയസ് എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. ഒരു പെർഫെക്റ്റ് പെയിന്റിംഗ് സിസ്റ്റം ഓഫർ ചെയ്യുമ്പോൾ ബേസ്മെന്റ് ലെവൽ വാട്ടർ പ്രൂഫിംഗ് മാത്രം മതിയോ നമ്മളുടെ വീടിനും അല്ലെങ്കിൽ ബിൽഡിങ്ങിനും? തീർച്ചയായും അല്ല. ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് അതിൻ്റെ റോ മെറ്റീരിയൽ സെലക്ഷൻ. ലൈക്ക് ബ്രിക്സ്, എംസാൻഡ്, അയൺ ബാർസ്, സിമെന്റ്. ഈ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു എൻഷുർ ദി ക്വാളിറ്റി ബ്രാൻഡ്സ് ആൻഡ് പ്രോഡക്ട്സ് വി ആർ ചൂസിങ് ഫോർ അവർ ബിൽഡിംഗ് ഓർ ഹോം. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു വീടോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ നമ്മൾ നിർമ്മിക്കുന്നത് ഒരു ടെമ്പററി പർപ്പസിനല്ല. ഇറ്റ് ഹാസ് ടു ബി എ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി എ ലോങ് ടൈം അസറ്റ്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസ് ആണ് ആ ഒരു ഫിനിഷ് പ്രൊഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ വി ഹാവ് ടു സെലക്ട് ദി ക്വാളിറ്റി മെറ്റീരിയൽസ് ഫോർ ദി കൺസ്ട്രക്ഷൻ. അത് ഏത് സ്റ്റേജിലും അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് സിസ്റ്റം ഒരു ബിൽഡിങ്ങിൽ റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നേ നെക്സ ആസ് എ കൺസൾട്ടന്റ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് ആ ബിൽഡിങ്ങിന്റെ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഒരു പ്ലാസ്റ്ററിംഗ് നടക്കുമ്പോൾ അതിൽ ചില അഡ്മിക്സ്റ്റേഴ്സ് എപ്പോഴും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ അഡ്മിക്സ്റ്റേഴ്സ് പ്ലാസ്റ്ററിംഗിന്റെ ലീനിയാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ തന്നെ വാൾ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പ്ലാസ്റ്ററിംഗിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത്. മിനിമം 28 days ക്യൂറിംഗ് ഒരു സിമെന്റ് പ്ലാസ്റ്ററിന് അത്യാവശ്യമാണ്. ദാറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് എപ്പിസോഡ്സ്. ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ആ ഒരു ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു വീടിന് ഒരു റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് ആൻ ഓവർ ബർഡൺ ഓൺ യുവർ ബജറ്റ്. അതുകൊണ്ട് തന്നെ ആസ് എ പെയിന്റിംഗ് ആൻഡ് കോട്ടിംഗ് കൺസൾട്ടന്റ് ഞങ്ങൾ എപ്പോഴും വി വാല്യൂ യുവർ മണി ആൻഡ് വി വാല്യൂ യുവർ അസറ്റ്സ്. ഈ ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ വി ആർ റെക്കമെൻഡിങ് എ വാട്ടർ പ്രൂഫിംഗ് ലെയർ ഓർ വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻ ഫോർ എ ഹൈറ്റ് ഓഫ് 3 feet. ഈ ഒരു 3 feet വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻ ചെയ്യുന്നതിലൂടെ വി ക്യാൻ അവോയ്ഡ് ദി ഡാമേജസ് ആൻഡ് അതർ റിലേറ്റഡ് കംപ്ലൈൻറ്റ്സ് വിച്ച് ഹാപ്പനിങ് ടു ദി വാൾ. ഈ ഒരു പ്രൊസീജിയർ നോർമലി ഒരു 2 coat അല്ലെങ്കിൽ 3 coat സിസ്റ്റം ആണ് റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിലും വി ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് സിസ്റ്റം ടു ദി ടോട്ടൽ വാൾ ഏരിയ. ഈ ഒരു ലെയർ ഒരു 3 feet ഹൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയോ? തീർച്ചയായും അല്ല. വി ഹാവ് ടു അപ്ലൈ ദ സെയിം സിസ്റ്റം ഫോർ ദി പാരപ്പറ്റ് ആസ് വെൽ. എന്തുകൊണ്ടെന്നാൽ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നനവ് തട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളുടെ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെയോ പാരപ്പറ്റ് ഏരിയയും അതേപോലെ ടെറസുമാണ്. ടെറസിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. ഇൻ കേസ് നിങ്ങൾ റൂഫിൽ ഒരു പ്രീഫാബ്രിക്കേറ്റഡ് റൂഫിംഗ് ഷീറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു മിനിമം സിംഗിൾ ലെയർ വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻസ് അവിടെ കൊടുക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഒട്ടുമിക്ക ക്ലയൻസും ഒരു കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിംഗ് ഫോർ ദി കംപ്ലീറ്റ് വാൾ എന്നുള്ള സിസ്റ്റം റെക്കമെൻഡ് ചെയ്യാത്തതോ അല്ലാന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് ഫാക്ടറാണ്. ബട്ട് ദർ ഇസ് വൺ തിങ്, ഇഫ് യു കവർഡ് ദി വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിൻസ് ഇൻ ടോട്ടൽ വാൾ യു ആർ സെക്യൂറിങ് യുവർ ഹോം ഫോർ ദി ഫ്യൂച്ചർ ഇയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ പ്ലാനിങ് ടു സെക്യൂർ ഹോം ഓർ ബിൽഡിംഗ് യു പ്ലീസ് കോൺടാക്ട് us through below mail or contact number and we can recommend the best system for the complete waterproofing system for your building or home. ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിന് വേണ്ട ഒട്ടുമിക്ക സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിനെ അപേക്ഷിച്ച് ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ, അതായത് ഇഫ് യു ആർ പ്ലാനിങ് ടു കൺസ്ട്രക്ട് എ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് ഓർ എ ഫാക്ടറി ഓർ എ പ്രീഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ്, അവിടെ റെക്കമെൻഡ് ചെയ്യുന്ന സിസ്റ്റം റെസിഡൻഷ്യൽ പ്രൊജക്റ്റിനെ അപേക്ഷിച്ച് വളരെയധികം വ്യത്യസ്തമാണ്. വി ഹാവ് ടു ടേക്കൻ കെയർ സോ മെനി പ്രൊസീജിയേഴ്സ് ആൻഡ് വി ഹാവ് ടു ടേക്കൻ കെയർ ദി അസറ്റ്സ് വെരി വെൽ പ്രൊട്ടക്റ്റഡ് ഇൻ ആൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മളൊരു ഇൻഡസ്ട്രിയൽ കോട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കോട്ടിംഗ് സിസ്റ്റംസ് ആണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്, എന്തെല്ലാം സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. Please keep watching our channel for the further updates and further information about industrial coating on upcoming episodes. Thank you for watching and keep tuning.